வாழ்க வையகம் வாழ்க வையகம் வாழ்க வளமுடன். ഗുരു വാഴ്ക, ഗുരുവേ തുണை. ഇന്നത്തെ വിഷയം ഞാൻ ആരാണ്? ഹൂ ആം ഐ? ഞാൻ ആരാണ് എന്ന ചോദ്യം മനുഷ്യർ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞാൻ ശരീരമാണോ, മനസ്സാണോ, ജീവനാണോ? ശരീരവും ഇന്ദ്രിയങ്ങളും ജീവശക്തി ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങളെപ്പോലെ ശരീരവും നശിക്കുന്നതാണ്. മനുഷ്യന്റെ പേര് ശരീരത്തിനെയോ ആത്മാവിനെയോ അറിവിനെയോ കാണിക്കുന്നതാണ്. മനുഷ്യൻ മരിച്ചാൽ ശവം എന്ന് പറയുന്നു. പേര് അറിവിനെ കുറിക്കുന്നു. എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ ഞാൻ വേറെ, ശരീരം വേറെ. അപ്പോൾ ഞാൻ ശരീരമല്ല. ഞാൻ മനസ്സാണോ? കണ്ണുകൾ വഴിയായി മനസ്സുണരുന്നു. ശരീരത്തിൽ ജീവനില്ലെങ്കിൽ കണ്ണ് കാണുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സല്ല. എൻ്റെ മനസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സുമല്ല. ഞാൻ ജീവനാണോ? ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും പ്രവർത്തിക്കാൻ ജീവൻ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ജീവനുമല്ല. ഞാൻ അറിവാണോ? ജീവന്റെ ശ്രേയസ് അതിൻ്റെ ഉണർവ് എന്ന ഗുണമാണ്. ഇതിനെ അറിവ് എന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും ഞാൻ ആരാണെന്ന ചോദ്യം മനുഷ്യനെ മനുഷ്യനാക്കാനുള്ള മഹത്തായ ഒരു ചോദ്യമാണ്. ഞാൻ എവിടെ നിന്നാണ് ഇവിടേക്ക് വന്നത്? എവിടേക്കാണ് പോകേണ്ടത്? എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ആരാണ്? ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? തുടങ്ങിയ പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താനുള്ള ഒരു ചോദ്യമാണ് ഞാൻ ആരാണെന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഈ മഹാപ്രപഞ്ചത്തിന്റെ മൂലഹേതുവായതിനെയും ബ്രഹ്മം, ദൈവം, ദൈവനില, പരമ്പൊരുൾ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. ഇന്ദ്രിയങ്ങളിൽ കൂടി വസ്തുക്കളെ ഗ്രഹിക്കുമ്പോൾ പഞ്ചേന്ദ്രിയ സംവേദനം അഞ്ചറിവ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. ഈ 5 സംവേദന അറിവിനെയും ഗ്രഹിക്കുന്ന ബോധം എന്താണെന്നറിയുന്നതാണ് 6ാം അറിവ്. ബോധം എന്താണെന്ന് ഗവേഷണം ചെയ്ത് വിശദീകരണം ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ആത്മധ്യാനം ചെയ്യുന്നവരെ പാർപ്പനർ എന്ന് പറയുന്നു. പാർപ്പത് എന്നാൽ നോക്കുക, അന്വേഷിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ആത്മാവിനെ അന്വേഷിക്കുന്നവൻ പാർപ്പനർ. പാർപ്പനർ എന്നാൽ യോഗി എന്ന അർത്ഥമുണ്ട്. യോഗി എന്തിനെയാണോ അന്വേഷിക്കുന്നത്? അതിസൂക്ഷ്മ ജീവനിൽ ബോധത്തെ തിരിച്ചറിയുമ്പോൾ, അല്ലെങ്കിൽ ബ്രഹ്മത്തെ തിരിച്ചറിയുമ്പോൾ ബ്രഹ്മവും യോഗിയും ഒന്നാകുന്നു. ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ. സാധാരണ മനുഷ്യർ ഇന്ദ്രിയവാസനകളിൽ മുഴുകി അജ്ഞാനികളായും, രണ്ടാമത്തെ മാർഗമായ തന്നെ സ്വയം അന്വേഷിച്ചറിഞ്ഞവൻ പാർപ്പനർ എന്നും, അന്വേഷണത്തിൽ ബ്രഹ്മത്തെ തിരിച്ചറിയുന്നവൻ ബ്രാഹ്മണൻ എന്നും പറയുന്നു. ഈ 3 നിലകളിലും ഒരാപ്പിളിനെ ദർശിക്കുന്നവർ. അജ്ഞാനിക്ക് ഇതിനെ വെറും ഒരു ആപ്പിളായി മാത്രമേ കാണാൻ സാധിക്കൂ. ഈ ആപ്പിൾ സൂക്ഷ്മമായ ആകാശകണികകളാൽ ഉണ്ടായതാണെന്നറിയുമ്പോൾ അത് വിജ്ഞാനം. സർവശക്തനായ ദൈവം തന്നെ സൂക്ഷ്മകണികകളായി അതിൻ്റെ കൂട്ടായ്മയാണ് ഈ ആപ്പിൾ എന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ അത് മെയ്ജ്ഞാനം. ശുദ്ധശൂന്യതയിൽ നിന്ന് ആവിർഭവിച്ച് പ്രവർത്തിക്കുന്ന ചലനാത്മക നിലയാണ് ആകാശകണിക. കടലിൽ നിന്ന് ആവിർഭവിക്കുന്ന തിരമാലകൾ പോലെ ആകാശകണികകൾ ചലനാത്മകമാണ്. തിരമാലകളില്ലാത്ത കടൽ പോലെ സുസ്ഥിരമായ ആ അവസ്ഥയാണ് പൂർണ്ണത, ദൈവം, ശിവം എന്നൊക്കെ പറയുന്നത്. ശക്തിയുടെ ചലനാത്മകത നിർത്തിയാൽ അതാണ് ശിവം, ശുദ്ധശൂന്യത. ശിവം എന്നതിൻ്റെ പ്രവർത്തനക്ഷമതയാണ് ശക്തി. അതായത് ശിവത്തിൻ്റെ
ചലനാത്മകതയാണ് ശക്തി. ഇതാണ് തത്വജ്ഞാനം എന്നും മെയ്ജ്ഞാനമെന്നും പറയുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം മാറ്റത്തിന് അധീനമാണ്. മാറ്റത്തിന് അധീനമായതെല്ലാം ദൃശ്യങ്ങളാണ്. മാറ്റങ്ങളും ദൃശ്യങ്ങളും നീക്കി നിർത്തി സുസ്ഥിരമായത് എന്താണോ അതാണ് പൊരുൾ. ഇതിനെയാണ് പദാർത്ഥം, ദ്രവ്യം, വസ്തു എന്നെല്ലാം പറയുന്നത്. സൂക്ഷ്മകണികകളെല്ലാം ചലനാത്മകമാണ്. അതിൻ്റെ ചലനം നിർത്തിയാൽ അതാണ് ശിവം. അതുതന്നെയാണ് പൂർണ്ണത. ചലിക്കുന്ന അവസ്ഥയിൽ ദൃശ്യവും ചലനം നിർത്തിയാൽ പൊരുളുമാണ്. പൊരുളല്ലെങ്കിൽ പദാർത്ഥം എന്ന അവസ്ഥയിൽ അത് ശിവമായിരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ മെയ്പ്പൊരുൾ എന്ന് പറയുന്നത്. മെയ് എന്നാൽ സത്യം എന്നാണ് അർത്ഥം. യഥാർത്ഥത്തിൽ മെയ്പ്പൊരുൾ എന്ന് പറയുന്നതാണ് ശിവം. അതിൻ്റെ ചലനാത്മകതയാണ് പരമാണു. ആകാശകണികകളുടെ കൂട്ടായ്മയാണ് നാം കാണുന്ന സ്ഥൂല വസ്തുക്കളെല്ലാം. ശുദ്ധശൂന്യതയും ബാഹ്യരൂപങ്ങളും രണ്ടും ഒന്നു തന്നെയാണ്. ഉദാഹരണമായി ഒരു പേനയെടുക്കാം. ശാസ്ത്രീയമായ നിരീക്ഷണത്തിൽ എല്ലാം തന്നെ ആകാശകണികകളുടെ കൂട്ടായ്മയാണ്. അടുത്ത നിലയിലുള്ള ആധ്യാത്മികതയിലൂടെ കാണുമ്പോൾ അവയെല്ലാം തന്നെ ദൈവനിലയായ ശിവം ആണ്. ആത്മീയമായി ഉയർന്ന ഒരു വ്യക്തിക്ക് എല്ലാ വസ്തുക്കളും തന്നെ ദൈവനിലയാണ്. ദൈവം തന്നെ ചലനത്തിലൂടെ സൂക്ഷ്മാണുക്കളായി അവയുടെ കൂട്ടായ്മയിൽ ദൃശ്യവസ്തുക്കളായും കാണുന്നു. ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്. യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. യാതൊരുവൻ സർവചരാചരങ്ങളിലും എന്നെ കാണുന്നുവോ അവനിൽ നിന്ന് ഞാനും എന്നിൽ നിന്ന് അവനും ഒരിക്കലും വേറിട്ട് നിൽക്കുന്നില്ല. കടലിലെ ജലം തന്നെയാണ് മേഘമായി മഴയായി മാറുന്നത്. മഴവെള്ളം അരുവിയായി പുഴയായി വീണ്ടും കടലിൽ തന്നെ എത്തിച്ചേരുന്നു. കുളത്തിലും തടാകത്തിലും ജലത്തെ കെട്ടി നിർത്തിയാലും അത് കരയിലേക്ക് മർദ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കരയെ ഉടച്ചാൽ വീണ്ടും കടലിനെ നോക്കി ഒഴുകുന്നു. കടലിൽ ചേരുന്നതുവരെ അതിന് വിശ്രമമോ സമാധാനമോ ഇല്ല. അതുപോലെ മെയ്പ്പൊരുൾ എന്ന ബ്രഹ്മം സൂക്ഷ്മകണികകളായി, പഞ്ചഭൂതങ്ങളായി, ജീവജാലങ്ങളായി, മനുഷ്യനായി കാണപ്പെടുന്നു. മനുഷ്യൻ ആറാമത്തെ അറിവിൻ്റെ വികാസനിലയിൽ ആത്മജ്ഞാനം ലഭിച്ച് ഞാൻ ബ്രഹ്മത്തിൻ്റെ അംശമാണെന്ന ബോധതലത്തിലേക്ക് ഉയരുന്നു. അറിഞ്ഞത് ശിവം, പിരിഞ്ഞത് സ്നേഹം. ഈ ശരീരത്തിൽ ജീവൻ പ്രവർത്തിക്കുന്നത് എവിടെ നിന്നാണെന്ന് അന്വേഷിക്കുമ്പോൾ അടിസ്ഥാന വസ്തുവായ ശുദ്ധശൂന്യത തന്നിൽ നിക്ഷിപ്തമായ ഊർജത്താൽ ഉദ്ഗതമായി വിണ്ണ് എന്ന പരമാണുവാകുന്നു. ആകാശകണിക എന്നത് ത്വരിതഗതിയിൽ സ്വയം ഭ്രമണം ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ്. ശുദ്ധശൂന്യതയിൽ സംക്ഷിപ്തമായ ശക്തി ഞെരിച്ചമർത്തി പ്രവർത്തനക്ഷമമാകുന്നതാണ് ആകാശകണികകൾ. തിരമാലകൾ പോലെ ആകാശകണികകൾ ചലനാത്മകമാണ്. തിരമാലകൾ ഇല്ലാത്ത കടൽ പോലെ സുസ്ഥിരമായ അവസ്ഥയാണ് പൂർണ്ണത, ദൈവം, ശിവം എന്നൊക്കെ പറയുന്നത്. ആകാശകണികകളുടെ സമാഹരണത്തിലുള്ള വ്യത്യാസങ്ങളാണ് മഹാപ്രപഞ്ചമായും പഞ്ചഭൂതങ്ങളായും കാണപ്പെടുന്നത്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരത്തിൽ സൂക്ഷ്മകണികകളായ വിണ്ണ് ജീവനായി പ്രവർത്തിക്കുന്നു. ഇതിനെ ചിത്താകാശം എന്ന് പറയുന്നു. ചിത്താകാശം എന്ന ജീവൻ വികാസം പ്രാപിച്ച് ഇന്ദ്രിയങ്ങളിലൂടെ വ്യാപനം ചെയ്യുന്നതിനെ മനസ്സ് എന്ന് പറയുന്നു. മനസ്സിനെ അന്തർമുഖമാക്കി അകത്തേക്ക് തിരിച്ച് ജീവനിൽ കേന്ദ്രീകരിച്ച് ധ്യാനം ചെയ്യുമ്പോൾ സൂക്ഷ്മബോധതലത്തിൽ എത്തുകയും സൂക്ഷ്മമായ ആകാശകണികകളാണ് ജീവൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ധ്യാനം എന്നത് പുറത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയഗോചരമായ ദൃശ്യരൂപങ്ങളാലും ഗുണമേന്മയാലും രൂപീകൃതമാകുന്ന മനസ്സിനെ
ജീവനിൽ ലീനമാക്കാനുള്ള പരിശീലനമാണ്. ധ്യാനത്തിനാൽ മനസ്സാണ് ഞാൻ എന്ന ചിന്തയിൽ നിന്നും ജീവനാണ് ഞാൻ എന്ന നിലയിലേക്ക് ഉയരുന്നു. ജീവന്റെ അടിസ്ഥാനം അന്വേഷിക്കുമ്പോൾ ആദിമൂല വസ്തുവായ ബ്രഹ്മം എന്ന ദൈവനിലയെ അറിയുകയും അതിൽ ലയനമാവുകയും ഞാനും ദൈവവും വെവ്വേറെയല്ല, ദൈവം തന്നെയാണ് ഞാനെന്ന നിലയിൽ ഉള്ളത് എന്ന ആത്മജ്ഞാനത്തെ പ്രാപിക്കുന്നു. ഈ അവസ്ഥാവിശേഷമാണ് സമാധി എന്ന് പറയുന്നത്. സമം പ്ലസ് ആദി എന്ന 2 വാക്കുകളാണ് സമാധി. ആദിക്ക് സമമായ അവസ്ഥയിലേക്ക് അവബോധം ഉയരുമ്പോൾ ഞാനും ആദിനിലയും വെവ്വേറെയല്ല, പരമ്പൊരുൾ തന്നെയാണ് ഞാൻ എന്ന നിലയിൽ ഉള്ളത് എന്നും ഈ അവസ്ഥയിൽ ഞാൻ വേറെ അവൻ വേറെ എന്ന് ചിന്തിക്കാനും കഴിയാത്ത ഏകാഗ്രബോധമാണ് സമാധി. എല്ലാ ജീവനും ജന്മത്താൽ ഒരുപോലെയാണ്, അല്പം മുൻപും പിൻപും ജന്മമെടുക്കുന്നു എന്ന് മാത്രം. എല്ലാവരും സമം എന്ന രീതിയിൽ എല്ലാവരും പരസ്പരം സഹായത്താൽ ഈ ലോകത്തിൽ ജീവിക്കുന്നു. എല്ലാ ജീവനും ഒന്നാണെന്നും എല്ലാ വസ്തുക്കളിലും ബോധത്തിന്റെ പ്രവർത്തനത്തെ കാണുന്നതുമാണ് സമയം. എല്ലാ ജീവജാലങ്ങളിലും എല്ലാ പദാർത്ഥങ്ങളിലും ബോധം നിറഞ്ഞു നിൽക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ബോധപൂർവമായ ജീവിതം നയിക്കുന്നതാണ് ആധ്യാത്മിക ജ്ഞാനം. ഇപ്രകാരം ആത്മീയ ജീവിതം നയിക്കുമ്പോൾ സ്വയം തിരിച്ചറിയാനും മറ്റുള്ളവരെയും അറിയാനും പ്രകൃതി എന്താണെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നു. ഈ പരമാർത്ഥം തിരിച്ചറിഞ്ഞ് ആ വ്യക്തതയിൽ ഈ ശരീരവും ജീവനും ഒരു കൂട്ടായ്മയായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളെ സ്വയം മനസ്സിലാക്കി സ്ഥിതിഭേദങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തി നമുക്കും സമൂഹത്തിനും നന്മ ലഭിക്കുന്ന വിധം സഹകരണത്തോടെ ജീവിക്കാൻ സഹായിക്കുന്നതാണ് ആത്മജ്ഞാനം. ആത്മജ്ഞാനം നേടുന്നതിന് ആവശ്യമായ വിശദീകരണം ഏതാണോ അതാണ് ഞാൻ ആരാണെന്ന തത്വം. ഇതിനെ കൂടുതൽ കൂടുതൽ ചിന്തിച്ചറിഞ്ഞ് ദൈവനിലയിൽ ലയമായി നിങ്ങളും ബ്രഹ്മത്തിന്റെ പ്രതിബിംബമാണെന്ന സത്യം തിരിച്ചറിഞ്ഞ് ജന്മലക്ഷ്യം സഫലമാക്കുക. വാഴ്ക വളമുകൾ.